രാജ്യം കാത്തിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിന്റെ വിധി അറിയാൻ ഒരു രാത്രിയുടെ മാത്രം ദൂരമേ നമുക്ക് മുന്നിൽ ബാക്കിയുള്ളൂ. എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് പ്രകാരമാണ് എങ്കിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി മൂന്നാമതും NDA സർക്കാർ അധികാരത്തിൽ വരും. പക്ഷേ അങ്ങനെയല്ല. 295 സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വരാൻ പോകുന്നതെന്നാണ് സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്ന കാര്യം. ഈ കാണുന്ന പോളുകളെല്ലാം, എക്സിറ്റ് പോളുകളെല്ലാം മോദി പോളുകളാണ്, മോദിക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടവയാണ് എന്ന് രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും എല്ലാം പറയുന്നുണ്ട്. എവിടെ നിന്നാണ് 295 എന്ന ചോദ്യം ഇന്ത്യ സഖ്യത്തിന് മുന്നിലേക്ക് പലരും ചോദിക്കുന്നുണ്ട്. അത് തമിഴ്നാടാണ്, അത് UP ആണ്, അത് ഹരിയാനയാണ്, അത് രാജസ്ഥാനാണ് എന്ന മറുപടിയാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത്. രാജസ്ഥാനിൽ നിന്ന് ഏതാണ്ട് 10ഓളം സീറ്റുകൾ, ഹരിയാനയിൽ നിന്ന് 4ഓളം സീറ്റുകൾ, ഡൽഹിയിൽ നിന്ന് 4 സീറ്റ് കിട്ടുമെന്ന് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. UPയിൽ 40 സീറ്റ് വിജയിക്കുമെന്നാണ് അഖിലേഷ് യാദവ് ഇന്ത്യ സഖ്യ നേതാക്കളെ അറിയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് ബംഗാളിൽ 31 സീറ്റുകൾ മമതയും ഇടതു പാർട്ടികളും കോൺഗ്രസും എല്ലാം ചേർന്ന് നേടും എന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിയാൽ തമിഴ്നാട്ടിൽ പുതുച്ചേരിയിലും ചേർത്തുള്ള ആകെ 40 സീറ്റിൽ 40 വിജയിക്കാൻ കഴിയുമെന്നാണ് സ്റ്റാലിൻ ഇന്ത്യ സഖ്യത്തെ അറിയിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ള സീറ്റുകൾ എല്ലാം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കർണാടകയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ച് BJPയും പറയുന്ന, അല്ലെങ്കിൽ BJPയെ അനുകൂലിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, രാജസ്ഥാനിലും ഹരിയാനയിലും ഒരുപക്ഷെ ഡൽഹിയിലും ചെറിയ നഷ്ടം BJPക്ക് സംഭവിച്ചേക്കാം. അതെന്നാൽ ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് ഒപ്പം കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് മറികടക്കാൻ കഴിയും BJPക്ക് എന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ 350-അപ്പുറത്തേക്ക് NDAക്ക് സീറ്റ് ലഭിക്കും എന്നാണ് പ്രതീക്ഷ. എന്തു തന്നെ ആയാലും ഈ കണക്കുകൂട്ടലുകൾ, അതിനപ്പുറത്തേക്കുള്ള വാഗ്വാദങ്ങൾക്കെല്ലാം ഒരു രാത്രിയുടെ മാത്രം ആയുസ്സേ ഉള്ളൂ. നാളെ പുലരുമ്പോൾ നമ്മുടെ രാജ്യത്തെ അടുത്ത 5 വർഷം ആര് ഭരിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് മുന്നിൽ തെളിഞ്ഞു തുടങ്ങും. അതിനായി കാത്തിരിക്കാം. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.